ഉണ്ട് ഉണ്ട് വിളിക്കാലോ. ഇപ്പം ആക്ച്വലി ഞങ്ങൾ ഈ ഷോ കാണുന്നതിന് മുന്നേ ഇൻസ്റ്റയിൽ വന്നിരുന്നല്ലോ എവിക്റ്റഡ് ആയി എന്നുള്ളത്. അപ്പം നമ്മൾ ഇവൻ ഭയങ്കര വിഷമത്തിൽ ഇരിക്കുവാണെന്ന് വിചാരിച്ചിട്ട് ഞാൻ ആക്ച്വലി ആ ഷോ അന്ന് കണ്ടിട്ടില്ല. അത് കഴിഞ്ഞിട്ട് അവൻ കറക്റ്റ് എവിക്റ്റ് ആയതിനു ശേഷമാണ് ഇവന്റെ കോള് വരുന്നത്. ഇവന്റെ കോള് വരുമ്പോൾ ഇവൻ നല്ല ഹാപ്പി ആയിരുന്നു. അവിടെ ഫുഡൊന്നും കിട്ടുന്നില്ല, എനിക്കൊന്ന് പോകാൻ മതിയായിരുന്നു എന്നൊക്കെ ആയിരുന്നു പറയുന്നുണ്ടായിരുന്നത്. അപ്പൊ ഇവൻ ഹാപ്പി ആണെന്ന് പറഞ്ഞപ്പം ആ സങ്കടം പോയി. പക്ഷെ 2 days സാറ്റർഡേ സൺഡേ ഞാനും അമ്മയും കംപ്ലീറ്റ്ലി ഇവിടെ കിടക്കുമായിരുന്നു പറഞ്ഞു. ഇപ്പൊ അദ്ദേഹത്തിന്റെ സ്വത്വമൊക്കെ അറിഞ്ഞു കഴിഞ്ഞപ്പോഴത്തേനും അതിനെ കുറിച്ചൊക്കെ എന്താണ് തോന്നുന്നത്? ഐഡന്റിറ്റിനെ കുറിച്ചാണ്. അപ്പം ആക്ച്വലി ഇവനായിട്ട് എന്നോട് പോകുന്നതിന് മുന്നേ പോലും പറഞ്ഞിട്ടില്ല. നമ്മള് ഇവൻ മിസ്റ്റർ ഗേ വേൾഡ് ഇന്ത്യ ടൈറ്റിൽ വിൻ ചെയ്തതിന്റെ ഒരു റീല് കണ്ടിട്ടാണ് നമ്മളിത് അറിയുന്നത്. അപ്പം ആ സമയത്ത് ശരിക്കും ഷോക്ക്ഡ് ആണ് ആയത്. എക്സ്പെക്ട് ചെയ്തിട്ടില്ലല്ലോ. അത് കഴിഞ്ഞിട്ട് പിന്നെ അവൻ എന്തായാലും നമ്മൾ അക്സെപ്റ്റ് ചെയ്തല്ലേ പറ്റൂ. അവൻ നമ്മുടെ അമ്മയുടെ പ്രതികരണം എങ്ങനെയായിരുന്നു ഇത് അറിഞ്ഞിട്ട്? അമ്മ എന്ത് പറ്റി? ഇരിക്കറല്ലേ അമ്മ ഇത് ബർത്ത്ഡേയുടെ അന്നാണ് അമ്മ ഇത് അറിയുന്നത്. അമ്മ ഭയങ്കര കരച്ചിലായിരുന്നു. അപ്പം അമ്മേനെ ആശ്വസിപ്പിക്കാൻ ആക്ച്വലി എനിക്കും പറ്റുന്നുണ്ടായിരുന്നില്ല. പക്ഷെ നമ്മളാ രാത്രി ഉറങ്ങിയിട്ടില്ല. അതറിഞ്ഞ ദിവസം ഭയങ്കര സങ്കടത്തിലിരിക്കുമായിരുന്നു. ഇവനോട് വിളിച്ച് ചോദിച്ചു കഴിഞ്ഞാൽ ഇവന് ഒറ്റക്കാണ്, ഇവൻ എന്തെങ്കിലും ചെയ്തു പോകുമോ എന്നുള്ള പേടി കൊണ്ട് നമ്മളതൊന്നും ചോദിച്ചില്ല. പക്ഷെ 1-2 ദിവസത്തിനുള്ളിൽ തന്നെ അമ്മ ഭയങ്കരമായിട്ട് അക്സെപ്റ്റ് ചെയ്ത് ഭയങ്കര നോർമലായി. അപ്പം അമ്മ അങ്ങനെ അക്സെപ്റ്റ് ചെയ്ത് ഞാൻ ഒരിക്കലും എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പം അമ്മയുടെ ഭയങ്കര സന്തോഷം. സപ്പോർട്ട് കാണുമ്പോൾ എങ്ങനെയുണ്ട്? അതും ഞാൻ ആക്ച്വലി എക്സ്പെക്ട് ചെയ്യാത്ത കാര്യമായിരുന്നു. കാരണം നമ്മൾ കാണുമ്പോഴായാലും ഞാൻ ലൈവ് കാണുന്ന ആളല്ല. കാരണം ഞാൻ വർക്ക് ചെയ്യുന്നുണ്ട്. വൈകുന്നേരം വന്നിട്ട് എപ്പിസോഡ് കാണുന്നുള്ളൂ. അപ്പൊ നമ്മൾ ഇതിന്റെ ഉള്ളിൽ ഒന്നും ചെയ്യുന്നില്ലല്ലോ. അപ്പം അമ്മ ഞാൻ ഓഫീസിലേക്കും ഇങ്ങനെ ലൈവില് വീഡിയോസ് ഒക്കെ അയച്ചു തരും. അപ്പോഴാണ് നമുക്ക് അറിയുന്നത് പെർഫോം ചെയ്യുന്നുണ്ടെന്ന്. ആദ്യമൊക്കെ കുറച്ച് നെഗറ്റീവ്സ് ഉണ്ടായിരുന്നു, ഒന്നും ചെയ്യുന്നില്ലാന്ന്. പക്ഷെ ലാസ്റ്റ് വരുമ്പോഴേക്കും ഭയങ്കര അൺഫെയർ എവിക്ഷൻ എന്നൊക്കെ പറഞ്ഞ് കണ്ടപ്പം 3 weeks ആയാലും അത്ര ഇമ്പാക്ട് ഉണ്ടാക്കിയിട്ട് വരാൻ പറ്റിയല്ലോ എന്നുള്ളതിൽ സന്തോഷം. അപ്പൊ അതിനെ കുറിച്ച് അച്ഛനോട് സംസാരിച്ചിരുന്നത്? ഇല്ല, ആക്ച്വലി വീട്ടില് കുറച്ച് ഇഷ്യൂസ് ഉള്ളത് കൊണ്ട് അച്ഛനായിട്ട് ഇപ്പം വലിയ കോണ്ടാക്റ്റിലില്ല. പിന്നെ ഇവൻ ഉള്ളിൽ നിൽക്കുന്ന സമയത്ത് അവനെ കുറിച്ച് നെഗറ്റീവ് അറിയാൻ താല്പര്യം ഇല്ലാത്തതുകൊണ്ട് നമ്മൾ അച്ഛനായിട്ട് ഇപ്പൊ കോണ്ടാക്ട് ഇല്ല. ബിഗ് ബോസ് കഴിഞ്ഞിട്ട് തിരിച്ചു വന്നിരിക്കുകയാണ്, എന്താണ്? എനിക്ക് സത്യം പറഞ്ഞാൽ അവിടെ പോകുമ്പോൾ എനിക്കിപ്പോൾ സന്തോഷമാണ്. ഓൾറെഡി ഞാനൊരു മാനസിക നില തെറ്റി പോലെയായിരുന്നു. 24/7 കണ്ട് എനിക്ക് ഇവൻ അവിടെ എല്ലാവരും ഭയങ്കര ബ്രദറായിട്ടും അവരൊക്കെ കരുതിയിട്ട് അത് കഴിഞ്ഞ് അവരിവിടുന്ന് ഇനിയിരുന്ന് അവനെ കുറ്റം പറയുമ്പോൾ എനിക്കത് സഹിക്കാൻ പറ്റുന്നില്ല. പിന്നെ ഞാൻ രാത്രി ഇവനെ ഉറങ്ങുന്നവരെയും ഞാനിത് കണ്ടുകൊണ്ട് എനിക്ക് ശരിക്കും ഒരു മെന്റൽ പേഷ്യന്റ് പോലെ ആയി. ഞാൻ അവസാനം ഞാൻ വിചാരിച്ചു ഈശ്വരൻ ഞാൻ വേഗം ഇറങ്ങി പോകാൻ മതി എന്നുള്ളൊരു ഇതായിരുന്നു. പിന്നെ അവൻ വരുന്ന ആ റൈറ്റ് സമയത്ത് തന്നെ ഞാൻ ആ കമന്റ്സ് നോക്കുമ്പോഴത്തേക്കും അവന് ഭയങ്കര പോസിറ്റീവ് കമന്റ്സ് വന്നു തുടങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ എനിക്ക് അവനെ എത്രയും പെട്ടെന്ന് കാണണം എന്നായിരുന്നു. നമ്മൾ നേരിൽ കുറച്ച് കാര്യങ്ങളും കൂടെ അധികം സംസാരിച്ചില്ല. അവനെ അത് പ്ലാറ്റ്ഫോമിന് കയറുന്നതിന് മുൻപാണ് എന്നോട് 2 ദിവസം മുമ്പോ മറ്റാണ് എന്നോട് സംസാരിച്ചിട്ടുള്ള കാര്യങ്ങൾ. അപ്പൊ അതിനോട് ഒരുപാട് എനിക്ക് പറയാനുണ്ട്. 2 ദിവസം മുമ്പ് പറഞ്ഞ കാര്യം ശരിക്കും 22 ദിവസം ബിഗ് ബോസിൽ നിന്നതിന് ശേഷം 50ാമത്തെ ദിവസത്തെ ആ എപ്പിസോഡിലാണ് ആ ഒരു ലെറ്റർ അഭിക്ക് കാണുന്നത്. അപ്പൊ അത്രയ്ക്കും ഒരു സ്നേഹത്തോടുള്ള ഒരു ലെറ്ററാണ് എഴുതിയത്. അതിനെ കുറിച്ച് ആ എഴുതിയ വാക്കുകളെ കുറിച്ച് എന്താ പറയാ? എനിക്ക് പെട്ടെന്ന് ഞാൻ അപ്പൊ തോന്നിയ നിമിഷം എഴുതിയിട്ടുള്ളതാണത്. അതിന്റെ ഉള്ളിൽ നിന്ന് വന്നിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ്. കാര്യം എനിക്ക് അവനത് ഉള്ളിൽ വെച്ച് അവൻ സഹിച്ചല്ലോ എന്നുള്ളൊരു കാര്യം അവൻ എന്നോട് പണ്ടേ പറയായിരുന്നു. അത് പറയാതെ അവൻ പിന്നെ ഇങ്ങനെ സഹിച്ചല്ലോ. അവൻ കുറെ നാളുകൾക്ക് ശേഷമാണ് എന്നോട് പറയുന്നത്. അതെനിക്ക് ഭയങ്കരമായിട്ട് വിഷമമായി. അവൻ ഒരുപാട് വേദനിച്ചിട്ടുണ്ടാവില്ല എന്നുള്ളൊരു ഫീലിംഗ്. എനിക്ക് എന്തറിഞ്ഞാലും ഇല്ലെങ്കിലും അവൻ എൻ്റെ മോൻ തന്നെയാണ്. അങ്ങനത്തെ കുറച്ച് കമന്റ്സ് ഒക്കെ ആദ്യം വന്നപ്പോൾ ഞാൻ ഒരുപാട് ഡെസ്പായിരുന്നു. പക്ഷെ പിന്നീട് അവരല്ലല്ലോ, ഞാനല്ലേ ആക്സെപ്റ്റ് ചെയ്യേണ്ടത്. പിന്നെ ഞാൻ എന്തിനോ ഏതിനോ അവൻ്റെ ഒപ്പം ഞാൻ തന്നെ ഉണ്ടാവും. പിന്നെ ആരും ആക്സെപ്റ്റ് ചെയ്തില്ലെങ്കിലും ഞങ്ങൾ ഒരുമിച്ച് തന്നെ ഉണ്ടാവും എല്ലാവർക്കും. ഞാൻ ഫസ്റ്റ് ആദ്യം ഞാനിത് കണ്ടുകൊണ്ടിരിക്കുമ്പോഴാണ് ഇവൻ എവിക്റ്റ് ആയ ശേഷമാണ് ഞാൻ എവിക്റ്റ് ആവുന്നു എന്ന് പറഞ്ഞ് ഇവൻ വിഷമിക്കുമോ എന്നുള്ള ഒരു ഭയങ്കര വിഷമത്തിൽ ഞാനിരിക്കുമ്പോൾ ഇവൻ കാവടി തുള്ളിട്ടാണ് അവിടെ എവിക്ഷൻ നിൽക്കുന്നത്.
അപ്പൊ ഞാൻ വിചാരിച്ചു കുട്ടി ഇത് ഔട്ട് ആവില്ലാന്ന് ഉറപ്പിച്ചിട്ടായിരിക്കും വിചാരിച്ചു. പക്ഷെ ഫോൺ വന്നിട്ട് അവൻ ഭയങ്കര ചിരിയിലാണ് വിളിക്കുന്നത്. അമ്മ എനിക്ക് ഭയങ്കര സന്തോഷമായി പോകുന്നത് എന്നുള്ള പോലെയാണ്. അവന് ഭയങ്കര വയ്യാതായിരുന്നു ഫുഡും എല്ലാമായിട്ട്. അപ്പൊ പിന്നെ അത് കഴിഞ്ഞ് ഞാൻ സംസാരിക്കുമ്പോഴത്തേക്കും ഞാൻ പിന്നെ കുറെ ഓക്കെ ആയി അവനെ കണ്ടപ്പോൾ. എനിക്ക് അവനോട് സംസാരിച്ചപ്പോഴാണ് ശരിക്കും നെഗറ്റീവൊക്കെ എല്ലാം പോയി ഭയങ്കര സന്തോഷമായി എനിക്ക്. ഇപ്പൊ ഭയങ്കരമായിട്ട് പോസിറ്റീവായി അവൻ ഇറങ്ങുന്നത് കറക്റ്റ് സമയത്താണ് എവിക്റ്റ് ആയതെന്നാണ് എനിക്ക് പറയാനുള്ളത്. എന്താണെന്ന് വെച്ചാൽ അവൻ കറക്റ്റ് സമയത്താണ് നല്ല പോസിറ്റീവ് കമന്റ്സോട് കൂടി എല്ലാവരുടെയും എല്ലാവർക്കും ഒരുപാട് മെസ്സേജ് എനിക്ക് പോലും വന്നിട്ടുണ്ട്. അമ്മയുടെ ലെറ്റർ വായിച്ചിട്ട് കുറെ പേര് എനിക്ക് അയച്ചു. പിന്നെ ഈ മകനെ ചേർത്ത് പിടിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ എനിക്ക് ഒരുപാട് ലെറ്റേഴ്സ്. ആ ഒരു കത്ത് ഒത്തിരി ആളുകൾക്ക് ഇൻസ്പിറേഷൻ ആവും. അപ്പൊ അതിനെക്കുറിച്ച് അഭിപ്രായം പറയാം. കത്ത് ഞാൻ എക്സ്പെക്ട് ചെയ്തില്ല. അതിലൊരു റെയിൻബോ ഫ്ലാഗ് ഒക്കെ വരച്ചിട്ടുണ്ട്. അപ്പൊ ഞാൻ ഭയങ്കര സർപ്രൈസ്ഡ് ആയി. ഇത് അമ്മ തന്നെയാണോ ഇത്ര? അപ്പൊ എന്നോട് നേരിട്ട് പറയാൻ പറ്റാത്തത് മേ ബി എക്സ്പ്രസ് ചെയ്യാൻ പറ്റിയ ഏറ്റവും വലിയ ഇതായിരിക്കും. അപ്പൊ ഒബ്വിയസ്ലി ഇത് ഇത്ര കൂടി ജനങ്ങൾ കാണുമ്പോൾ അവരിലും ഇപ്പൊ ഒരാൾക്കെങ്കിലും ഒരു കമ്മിങ് ഔട്ട് ജേർണിയിൽ ഇത് ഹെൽപ്പ് ചെയ്യാൻ പറ്റുവാണെങ്കിൽ ഐ എം വെരി ഹാപ്പി ഈ ഷോയിൽ. അവൻ ഇതുപോലെ ഒരുപാട് കുട്ടികൾ നമ്മുടെ സമൂഹത്തിലുണ്ടായിരിക്കും. ആരും അത് തുറന്ന് പറയാനുള്ള ധൈര്യം കാണിക്കുന്നില്ല. എന്നുള്ളത് വീട്ടുകാർ ആക്സെപ്റ്റ് ചെയ്യും. എല്ലാം പേടിയാണല്ലോ. ഒരുപാട് ഇവരുടെ കമ്മ്യൂണിറ്റിയിൽ നിന്ന് തന്നെ കുറച്ച് പേരെന്നെ വിളിച്ചിരുന്നു. അപ്പോൾ ആത്മഹത്യ ചെയ്ത കുട്ടികൾ വരെ ഇത് തുറന്ന് പറയാനായിട്ട് മടിയായിരിക്കും. അപ്പോൾ നമ്മളുടെ മകനാണ്, നമ്മളുടെ മകൻ ആരാണെങ്കിലും നമ്മൾ ആക്സെപ്റ്റ് ചെയ്യാതെ നമ്മുടെ കുട്ടിയാണ്, നമ്മളാണ് ചേർത്ത് പിടിക്കേണ്ടത്. അത് കഴിഞ്ഞിട്ടാണ് സമൂഹം ചേർത്ത് പിടിക്കുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം ചേർത്ത് പിടിക്കുക, അത് അവർക്ക് മാതൃകയാക്കി കാണിച്ചു കൊടുക്കുക സമൂഹത്തിന്.